വെമ്പനീർ പൂവിലാണെങ്കിൽ സച്ചിയാണെങ്കിൽ നമ്മുടെ പെങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞതിന് നല്ല രീതിയിൽ തന്നെ അട്ടിക്കൊടുക്കുന്നുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിയും നമ്മുടെ ചന്ദ്രമതിയും സുധിയും എല്ലാവരും സച്ചിയെ ഒരുപാട് അപമാനിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ട രേവതിയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയുന്നത് കാണാം. വെറുതെ ഈ വിവാഹ ചടങ്ങ് കുളമാക്കി കളയല്ലേ എന്ന് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇനി വിവാഹ ചടങ്ങ് തീരുന്നത് വരെ സച്ചിയേട്ടൻ ഇവിടെ തന്നെ നിന്നാൽ മതി, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾക്കൊന്നും പോകരുത് എന്ന് രേവതി പറഞ്ഞുകൊണ്ട് അവിടുന്ന് കടന്നു പോകുമ്പോൾ സച്ചി തല്ലിയ ആ 2 ഗുണ്ടകളും സച്ചിയെ നോക്കി കണ്ണുരുട്ടുമ്പോൾ സച്ചി പറയുന്നുണ്ട്, പോടാ അവിടുന്ന്, നീയൊന്നും കണ്ണുരുട്ടിയാലൊന്നും ഞാൻ അങ്ങനെ പേടിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇവിടെ ശ്രുതിയാണെങ്കിൽ ബീരാനെ ഒളിപ്പിക്കാനായിട്ട് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ നിന്നും ഹാളിലേക്ക്, ഹാളിൽ നിന്നും അടുക്കളയിലേക്ക്, പിന്നെ പൂന്തോട്ടത്തിലേക്ക്, പുറത്തേക്ക്, അങ്ങനെയൊക്കെ ബീരാനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയെ കാണാം. ഒടുവിൽ ശ്രുതി തന്നെ ബീരാനോട് പറയുന്നുണ്ട്, അവരെല്ലാവരും പോയി, ഇനി ധൈര്യമായിട്ട് വിലസി നടക്കാമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ രേവതിയുടെ കണ്ണിൽ ബീരാൻ കുടുങ്ങുന്നത് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം സച്ചിയേട്ടാ ദേ ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയുമ്പോഴും നമ്മുടെ ബീരാൻ കൃത്യം ആരുടെ രവിയുടെ കൂട്ടുകാരന് കയ്യിൽ അകപ്പെടുന്നതും കാണാം. അങ്ങനെ രവിയുടെ കൂട്ടുകാരനാണെങ്കിൽ എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട്, ഇതാണ് പയ്യൻ്റെ അമ്മാവൻ എന്നുള്ള കാര്യം. അങ്ങനെ സച്ചിയും രേവതിയും ബീരാനെ പിടികൂടുന്നത് കാണാനായിട്ട് കഴിയും കൂട്ടുകാരെ, പ്രേക്ഷകരെ.